കോഴിക്കോട് ഫറൂഖിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല മോഷ്ടിച്ചു. കതക് തകർത്ത് വീട്ടിൽ കയറിയാണ് മോഷണം നടന്നത്. ഷബ്ന മൻസിലിൽ സുബൈദയുടെ 2 പവന്റെ മാലയാണ് മോഷണം പോയത്. $2.50 കള്ളൻ വീട്ടിൽ കയറി ഞാൻ കിടക്കുന്നിടത്ത് വന്ന് ചെയിൻ പൊട്ടിച്ച്. ചെയിൻ വലിച്ചപ്പോഴാണ് അറിയുന്നത്. പറഞ്ഞപ്പം തന്നെ ബഹളം വെച്ച് കള്ളനായിട്ട്. ആള് വന്നത് കിച്ചൺ വഴി ഇവിടെ ഷോക്കേസിന്റെ ഡോറൊക്കെ പൊളിച്ചിട്ട് അകത്ത് കയറി. ഞാനിത് അറിഞ്ഞപ്പോ ഇപ്പുറത്തെ ഡോറ് തുറക്കാൻ വേണ്ടി പോയി. മക്കള് സമ്മതിക്കില്ല. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, മോഷ്ടാവിനെ കുറിച്ച് സൂചനയുണ്ടോ പോലീസിന്? ഒരു CCTV ദൃശ്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഫറോക്ക് പോലീസ് അന്വേഷണം നടക്കുന്നത്. ഫറോക്ക് ACP സിദ്ദീഖിന്റെ ക്രൈം സ്ക്വാഡ് ഇപ്പോൾ അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഫറോക്ക് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:45 ഈ ഒരു സംഭവം ഉണ്ടായത്. ആ വീട്ടമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പിൻവശത്തെ കതക് ഇരുമ്പ് വടി കൊണ്ട് തകർത്തതിന് ശേഷമാണ് ഈ മോഷ്ടാവ് അകത്ത് കയറിയത്. ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്താണ് കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ മാല പൊട്ടിച്ചത്. ആ മാല പൊട്ടിച്ച സമയത്ത് കഴുത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവർ ശബ്ദമുണ്ടാക്കി. പക്ഷേ അപ്പോഴേക്കും ആ കള്ളൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ CCTV കാണുന്നത് എന്നത് ഈ മോഷണം നടന്ന വീടിൻ്റെ സമീപത്തെ വീടാണ്. ആ വീട്ടിൽ നിന്നാണ് ഇരുമ്പ് കമ്പി എടുത്ത് ഈ മോഷണം നടന്ന വീടിൻ്റെ കതക് തകർത്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും അന്വേഷണ സംഘം ഇപ്പോൾ അവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.